ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസ്താവന, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നുള്ളതായ വാക്കുകളാണ്. കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കുകയും മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം മുൻപാകെ തിന്മ പ്രവർത്തിക്കുന്നവരും പാപികളുമായിത്തീരുന്നു എന്ന സത്യം തിരിച്ചറിയണം എന്ന വാക്കുകളാണ്. ഉപേക്ഷിക്കുവാനായിട്ട് വിവിധ കാരണങ്ങൾ ഉള്ളത് തിരുവചനത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, വിശ്വാസിയായ ഒരാളും അവിശ്വാസിയായ ഒരാളും ഒരുമിച്ച് പാർക്കുന്നു. അവിശ്വാസിയായ വ്യക്തി നിമിത്തം വിശ്വാസി വേർപിരിയുവാനായിട്ട് തീരുമാനിക്കുവാൻ പ്രമാണമുള്ളതല്ല എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസിയായ ആൾ നിമിത്തം അവിശ്വാസിക്ക് പിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുമതിയുള്ളതായി തന്നെയാണ് വേദപുസ്തകത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഭാര്യമാർ ഭർത്താവിനെ വേർപിരിയരുത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന പോലെ തന്നെ അവിശ്വാസിയായിരിക്കുന്നയാൾ വിശ്വാസിയായ ആളിനോടുകൂടെ പാർക്കുവാൻ ഇഷ്ടമില്ലായ്ക കൊണ്ട് വേർപിരിയുന്നു എങ്കിൽ വിശ്വാസിയായിരിക്കുന്ന ഈ വ്യക്തി ഒരു പുനർവിവാഹത്തിനു മനസ്സുവെക്കരുത്, ഒറ്റയ്ക്ക് ജീവകാലം മുഴുവൻ പാർക്കണമെന്നുള്ളതാണ് ക്രിസ്തീയ പ്രമാണമായി ഈ വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പുരുഷന്മാരുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ ഉപേക്ഷിക്കുവാനും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനുമുള്ള പ്രവണതയും താൽപ്പര്യവും വർദ്ധിച്ചു വന്നിരിക്കെയാണ് പൗലോസ് ഈ പ്രസ്താവന ഓർമ്മപ്പെടുത്തുന്നത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചിന്ത തന്നെയാണ്. ഈ വാക്കുകൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരാഴമായ പദമെന്തെന്ന് ചോദിച്ചാൽ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. രണ്ടു പേർക്കും ചിന്തിപ്പാനും ആലോചിപ്പാനും തീരുമാനിപ്പാനും തിരഞ്ഞെടുപ്പാനും ഒക്കെയുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിയണം. മറ്റൊന്ന്, ഭാര്യയായതുകൊണ്ട് ഭർത്താവായതുകൊണ്ട് അവരുടെ മതചിന്തയിൽ അവർക്ക് നിലനിൽക്കുന്നതിന് തടസ്സമില്ലെന്നും മതപരമായ ആലോചനകളും ചിന്തകളും തീരുമാനങ്ങളും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ലെന്നും അതുകൊണ്ട് വേർപിരിയാൻ പാടില്ലെന്നുമുള്ള സത്യവും ഈ വചനത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദൈവം നമുക്ക് ജീവിപ്പാനായി തന്നിരിക്കുന്ന കാലഘട്ടം, നാം ഒരു പുരുഷനായിരുന്നാലും ഒരു സ്ത്രീ ആയിരുന്നാലും ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഉടമ്പടിയുടെ വാക്കുകൾ പരസ്പരം കൈമാറി വലങ്കരങ്ങളെ കൊടുത്ത് ഒരുമിച്ച് ജീവിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നു എങ്കിൽ വേർപിരിയുവാനോ ഉപേക്ഷിക്കുവാനോ നിയമമില്ലെന്നും ജീവിതകാലം മുഴുവനും നാം ദൈവത്തിൽ ആശ്രയിച്ച് ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കേണ്ടവരും ആ തലത്തിൽ ജീവിക്കേണ്ടവരുമാണെന്നും
അല്ല വേർപിരിയുന്നു എങ്കിൽ ആയുഷ്കാലം മുഴുവനും ജീവകാലം മുഴുവനും അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ നിത്യതയാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളിൽ ആരും വേർപിരിയുന്നവരോ ഉപേക്ഷിച്ച് ഒരുത്തിയെ വിവാഹം കഴിക്കുന്നവരോ ആയിത്തീരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.